ഒരു പുതിയ അണ്ണൻ വന്നിട്ടില്ല, അമേസിംഗ് അണ്ണൻ. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തിയും കഴിയില്ല. എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട, കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. അമേസിംഗ് അണ്ണൻ ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നു. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. പല ആൾക്കാരും വൈറലാകാൻ വേണ്ടി എന്ത് വൃത്തികളും കാണിക്കുക. ശശിയെ എന്നാണ് ഈ പറയുന്നത്? അമേസിംഗ് അണ്ണന്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. എന്താ പറ്റിയെന്ന് അറിയില്ല. ഭയങ്കര ഒച്ചയും ബോളും. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. വൈറലാവുന്നത് വൈറലായിട്ട് എങ്ങനെയും മാക്സ് രൂപയുണ്ടാക്കാനുള്ള ഒരു അടിയാണ് ഡോക്ടർ ഓബണജിറോട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ആറാട്ടൻ ഫീൽഡ് ഔട്ട് ആയിക്കാ പറയണം. ഇപ്പൊ കുറെ വീഡിയോസിൽ കണ്ടു, ആറാട്ടൻ ഫീൽഡ് ഔട്ട് ആയി. ഇവിടുത്തെ വിളിച്ച് പറയുക ചെയ്യണ്ടായിരുന്നു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അതൊന്ന് ഫേമസ് വരുമ്പോഴേക്കും ആളുകൾക്ക് അസൂയ. ആറാട്ടൻ ഫീൽഡ് ഔട്ട് ആയിക്കാ പറയണം. നീ ഇമോഷണൽ ആവരുത്. മലയാളികൾക്ക് അല്ലെങ്കിൽ അസൂയ കൂടുതലാണല്ലോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു അമേസിംഗ് അണ്ണൻ. നന്നായിട്ട് വരട്ടെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എത്ര അണ്ണന്മാരാണ്? ആറാട്ട അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. ഈ അണ്ണന്മാർ വന്ന് പക്ഷെ അണ്ണന്മാരുടെ യൂണിവേഴ്സിറ്റി തുടങ്ങാം. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി.